സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം ഞാൻ കുറേ നാൾക്ക് ശേഷം ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു വർഷം ഒരു വീഡിയോ ഇട്ടത്. എനിക്ക് പഴയ വീഡിയോസൊക്കെ ആണെങ്കിൽ ക്വാളിറ്റി ഒക്കെ കുറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ പ്രൈവറ്റ് ആക്കി ഇട്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ ചാനലിൽ വീഡിയോസ് പറയാനേ ഒന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും എപ്പോഴെങ്കിലും ഫ്രീ ആകുമ്പോൾ ഒരു ലോങ് വീഡിയോ എടുക്കാം. പിന്നെ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറയാം, ഈ വീഡിയോയിൽ ഞാൻ മൈക്ക് വെച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ വോയിസ് ഇതിൽ കേൾക്കണില്ലായിരുന്നു. ബിക്കോസ് എൻ്റെ മൈക്കിൻ്റെ ചാർജ് തീർന്നുകൊണ്ട് തന്നെ ഇത് ഞാൻ പറയുന്ന ഒന്നും ഈ മൈക്കിൽ കേൾക്കണില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒന്നുകൂടെ വോയിസ് ഓവർ ചെയ്യണം. അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് വേറെ ഒന്നുമല്ല, ഒരു ഓണം മേക്കപ്പ് ലുക്ക് അല്ലെങ്കിൽ ഓണം ഗെറ്റ് റെഡി വിത്ത് മീ. എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് വീക്കെൻഡാണ് ഓണം. അപ്പോൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ വൈബിലുള്ള മേക്കപ്പ് ലുക്ക് ഉണ്ടല്ലോ. നമുക്ക് ഈ ലുക്കിൽ നിന്ന് ഈ ഒരു ലുക്കിലോട്ടാവാ. ഞാൻ പാട്ടിത്ര ഒന്നും കൊളാക്കണില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് തന്നെ നമ്മൾ എപ്പോഴും മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫേസ് വാഷ് ഇട്ട് നന്നായിട്ട് കരുവിരിക്കണം. ഞാൻ ഇവിടെ സിമ്പിളുടെ ഫേസ് വാഷാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്തതാണ് ടോണർ. ഇത് പ്ലമ്മിൻ്റെ ടോണറാണ്. എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയി ടോണർ. ഇതിന് ഞാൻ അവിടെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ മേക്കപ്പ് എല്ലാ സ്റ്റെപ്പ് നമ്മൾ ചെയ്യുമ്പോൾ നന്നായിട്ട് ഡ്രൈയിങ് ആക്കാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് ഞാനൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഡോട്ടാങ്കിയുടെ ഒരു മോയ്സ്ചറൈസറാണ്. ഇത് ഭയങ്കര ഓയിലി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചെറുതായിട്ടൊരു ഓയിലി അത് ഓയിലി അല്ലെങ്കിൽ കുഴപ്പമില്ലാത്തൊരു മോയ്സ്ചറൈസർ ആയിരുന്നു. അത് ബ്ലെൻഡാക്കിയ ശേഷം ഞാനൊരു സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മറ്റേ പേർപ്പിൾ സൺസ്ക്രീനില്ലേ, ആ സൺസ്ക്രീനാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇവിടെ എൻ്റെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ ഒരു ലിപ് ബാം യൂസ് ചെയ്യുന്നുണ്ട്. നല്ല പിങ്ക് കളർ ഒരു ലിപ് ബാം കൂടി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അത് എൻ്റെ മേക്കപ്പ് നമുക്ക് ഇത്തിരി ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഗ്രിപ്പിംഗ് പ്രൈമർ കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പ്രൈമർ എൻ്റെ ഫേസിൽ ഭയങ്കര ഓയിലി ആവുന്ന സ്ഥലത്ത് മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുള്ളൂ. ഫുൾ ഫേസ് എന്തായാലും ഞാൻ ഇടൂല. അത് കഴിഞ്ഞിട്ട് ഞാനൊരു കൺസീലർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മാർസിൻ്റെ ഒരു കൺസീലറാണ്. ഇതിൻ്റെ ഈ ഷെയ്ഡ് വന്നിട്ട് എനിക്ക് ഡാർക്ക് സർക്കിൾസ് മാത്രമേ കൺസീൽ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ മുഖത്തുള്ള പിഗ്മെൻറ്റേഷൻസും പിന്നെ ഇങ്ങനെ പിമ്പിൾസ് വന്നു പോയ പാടൊക്കെ ഇതുകൊണ്ട് ഈ ഒരു ഷെയ്ഡ് വെച്ച് എനിക്ക് കൺസീൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇത്ര ഡാർക്കാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഒരു ഷെയ്ഡ് ലൈറ്ററാണ്. എൻ്റെ അവിടുത്തെ പിഗ്മെൻറ്റേഷനും പിന്നെ ആ ഒരു പാടൊക്കെ ഞാൻ കൺസീൽ ചെയ്യണം. ഇത് ഞാൻ കുറച്ച് എടുത്തിട്ട് എൻ്റെ ആ ഒരു മൗത്തിൻ്റെ ചുറ്റിലൊക്കെ ഇട്ട് കൊടുക്കും. ഞാൻ മിക്ക സമയം കൺസീലർ ഇടുമ്പോൾ കൈ കൊണ്ടാണ് ഇടുന്നത്. എന്നാൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ബ്ലഷ് ഇട്ട് കൊടുക്കണുണ്ട്. ഈ ബ്ലഷ് ഞാൻ ആദ്യം കുറച്ചിട്ട് എന്നിട്ട് വീണ്ടും ഇടുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഇട്ടപ്പോൾ കുറച്ച് കുറഞ്ഞു പോയതുകൊണ്ട് തന്നെ വീണ്ടും ഇട്ടതാണ്. ഇത് കുഞ്ഞു ഡോട്ട് മതി, ഭയങ്കര ഒരു പിഗ്മെൻറ്റഡ് ഷെയ്ഡാണ്. ഇതുപോലത്തെ ഒരു ബ്രഷ് വെച്ചിട്ട് ഇട്ടാൽ മതി. ആദ്യം ഇട്ടത് മതിയെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ബട്ട് കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഇങ്ങനെയൊക്കെ ബ്ലെൻഡ് ചെയ്ത് സെറ്റാക്കി. അത് കഴിഞ്ഞിട്ട് ഒരു ഹൈലൈറ്റർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലൊരു ഹൈലൈറ്ററാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഹൈലൈറ്ററാണ്. ഇതുപോലെ കയ്യിൽ ബാക്ക് സൈഡിൽ എടുത്തിട്ട് ഇങ്ങനെ വേറൊരു കൈ വെച്ചിങ്ങനെ റബ്ബ് ചെയ്തിട്ടാണ് ഞാൻ ഫേസിൽ എപ്പോഴും ഇടുന്നത്. ഇത് ചീക്സിലും ഞാൻ നോസിലൊക്കെ ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഒരു സെറ്റിംഗ് പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ആദ്യം കയറി ഞാൻ ചീക്സിൽ ഇട്ട് കൊടുത്തു. അപ്പോൾ ചീക്സിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ ഹൈലൈറ്ററിൻ്റെ ഗ്ലോ പോയി. എന്നിട്ട് ഞാൻ വീണ്ടും ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഹൈലൈറ്റർ വീണ്ടും ഞാൻ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ബാക്കി ആ പൗഡർ വെച്ച് ഞാൻ എൻ്റെ നെറ്റിയിലും പിന്നെ മറ്റേ കൺസീൽ ചെയ്ത ഭാഗങ്ങളെല്ലാം ഞാൻ ആ പൗഡർ വെച്ച് സെറ്റ് ചെയ്തു. ഇതുപോലെ പഫ് വെച്ചിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇത് എൻ്റെ ലിപ് ബാം ഞാൻ തുടച്ച് കളഞ്ഞിട്ട് ഞാൻ ഈ ഒരു ലിപ് ടിൻറ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ഐഷാഡോ പാലറ്റിന് ഒരു ഭയങ്കര ബ്രൈറ്റും അല്ല ഡാർക്കും അല്ലാത്തൊരു ഷെയ്ഡും ഞാൻ എൻ്റെ ഐസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ എടുത്തുകൊണ്ട് ഞാൻ റീഷൂട്ട് ചെയ്തത് പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കുമോ? സത്യം തന്നെ പറയുന്നത്, ഞാൻ ഇത് രണ്ടാമത്തെ തവണ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. ആദ്യത്തെ തവണ എടുത്തപ്പോൾ ആണെങ്കിൽ എൻ്റെ ഉള്ള വീഡിയോസ് കൂടെ എങ്ങനെ ക്യാമറ പെട്ടെന്ന് കട്ടായി ഓഫായി ഇങ്ങനെ പോയി.
അതൊക്കെ പോട്ട് എന്നിട്ട് ഞാനൊരു കാജലൊക്കെ യൂസ് ചെയ്ത് എൻ്റെ ഐസിന് ഇങ്ങനെ ഒരു സ്മോക്കി ഐസ് ആക്കാൻ ഞാൻ ശ്രമിച്ചു. പക്ഷെ അത്രയ്ക്കൊന്നും ആയില്ല, കുഴപ്പമില്ലാതെ ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു ബ്രഷ്, ഇതുപോലത്തെ ഒരു ബ്രഷ് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ സ്മോക്കി ആക്കാൻ ശ്രമിച്ച്, ബട്ട് കുഴപ്പമില്ലാത്തൊരു റിസൾട്ട് എനിക്ക് കിട്ടി. അതുകൊണ്ട് ഞാൻ അത് മായ്ച്ചു കളഞ്ഞില്ല. അത് എൻ്റെ ആ കാജൽ ഞാൻ താഴെ കൂടെ ഇങ്ങനെ എഴുതി കൊടുത്തു രണ്ട് കണ്ണിലും. ഞാൻ കാജൽ എപ്പോഴും ഏറുന്ന ആളല്ല, ബിക്കോസ് കാജൽ ഭയങ്കര സ്മഡ്ജ് ആവും, എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. അതുകൊണ്ട് വല്ലപ്പോഴും എഴുതുമ്പോൾ എനിക്ക് ഭംഗിയായിട്ട് എഴുതാൻ ശ്രമിക്കും, ബട്ട് അത്രയ്ക്ക് നന്നായിട്ട് വരില്ല. അത് കഴിഞ്ഞിട്ട് ഞാനൊരു മസ്കാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ 2 സ്റ്റെപ്പ് പോലെ ഇങ്ങനെ മസ്കാര വന്നിട്ടുണ്ട്. ഒന്ന് ലെങ്തനിങ്ങും പിന്നെ അത് എൻ്റെ ഓളിയം. ലെങ്തനിങ് ആണെങ്കിൽ എനിക്ക് ലെങ്തനിങ് ഓളിയം എപ്പോഴും ഇട്ടുകൊണ്ട് പോകാൻ എനിക്ക് ഇഷ്ടമല്ല. പുറത്ത് പോകുമ്പോൾ ഞാൻ ഫങ്ഷൻസിന് പോകുമ്പോൾ മാത്രമേ ലെങ്തനിങ് ഓളിയം യൂസ് ചെയ്യുള്ളൂ, അല്ലാതെ പോകുമ്പോൾ ലെങ്തനിങ് മാത്രമേ ചൂസ് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു ലിപ് ലൈനർ വെച്ച് ഞാൻ ലിപ്പ് ലൈൻ ചെയ്തു. എന്നിട്ടൊരു ലിപ്സ്റ്റിക് കൂടി ഇട്ട് കൊടുത്തു. ഇത് ഡെസ്കി സ്കിൻ ടോൺ ആൾക്കാർക്ക് ഭയങ്കര പെർഫെക്റ്റ് ഷെയ്ഡാക്കി, എനിക്ക് ഭയങ്കര എൻ്റെ ഫേവറേറ്റ് ആയി ലിപ് ഷെയ്ഡ്. എന്നിട്ടും ഞാൻ കുറച്ചുകൂടെ ബ്ലഷ് കൂടി ഇട്ട് കൊടുത്ത്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ 3-4 തവണ എന്താണ് ഇപ്പോൾ ബ്ലഷ് ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു സെറ്റിംഗ് സ്പ്രേ അല്ലെങ്കിൽ മേക്കപ്പ് ഫിക്സർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. സാരി കൊടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ജ്വല്ലറീസ് ലിങ്ക് കൂടെ ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും എവിടെയെങ്കിലും ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ഈ ഒരു സിമ്പിൾ ആൻഡ് ഹെവി ഒരു ജുംക്ക ഇട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു മാലയിൽ ലിങ്ക് എനിക്ക് തരാൻ പറ്റുള്ളൂ, ഇത് ഞാൻ ഒരു ഇൻസ്റ്റാ പേജിൽ നിന്നാണ് വാങ്ങിച്ചത്. പിന്നെ ഈ ഒരു ഗ്ലാസ് ബാംഗിൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റോണിൻ്റെ ഒരു കുഞ്ഞു പൊട്ട് കൂടി വെച്ചെടുത്തിട്ടുണ്ട്. ഹെയർ സ്റ്റൈൽ എനിക്ക് വലുതായിട്ട് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ സിമ്പിളായിട്ട് അഴിച്ചിട്ടിട്ട് ഇത്തിരി സെറയൊക്കെ തേച്ച് ഇങ്ങനെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഹെയർ സ്റ്റൈൽ വന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ട് എൻ്റെ ഇപ്രാവശ്യത്തെ മേക്കപ്പ് ലുക്ക്. അത് മാത്രമല്ല, എൻ്റെ മേക്കപ്പ് പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.